ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു. ഇവിടെ ജബൂർ എന്താ, തവറാത്ത് എന്താ, ഇഞ്ചിയിൽ എന്താ, ഖുർആൻ എന്താ, ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും, നിങ്ങൾ പ്രവർത്തിക്കേണ്ട, വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. മാറ്റിയിട്ട് ഇടക്കരയെന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ്. ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിൻ്റെ സുറിയാനി ഭാഷയിൽ മറുപടി തരാൻ വല്ല പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാമെന്ന്. ഞങ്ങൾക്കറിയാം, ഒരു പണ്ഡിതന്മാർക്കും സുറിയാനി അറിയില്ലെന്ന് നമുക്ക് നല്ലോണം അറിയാം. അങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി നേരിട്ട് വന്നതാണ് മഹാനായ തേക്കിനാഥ് സംസ്ലമ. മുസ്ലിങ്ങളും ക്രിസ്ത്യൻസുമായിട്ട് ആദ്യമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് 5 പ്രവാചകൻ ഇവിടെ വന്ന 1,24,000 ചിലവൻ അമ്പിയാക്കന്മാരിൽ അവസാനത്തെ പ്രവാചകൻ യേശുവാണ് എന്ന് പറഞ്ഞു. തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവുണ്ട് എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള പുതിയ സുറിയാനി ഗ്രന്ഥം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ആ ഗ്രന്ഥം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് മറിച്ചും തിരിച്ചും നോക്കിയിട്ട് വലിച്ച് ഈ അച്ഛന്മാരിരിക്കുന്നിടത്ത് വലിച്ചെറിഞ്ഞു. എറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തുണ്ടോ യഥാർത്ഥ ഗ്രന്ഥം, ഈ മൈക്കിൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ വെപ്രാളപ്പെട്ടു. ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അത് മറിക്കാൻ പറഞ്ഞു. മറിച്ചു. ഇത് സുറിയാനി ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഇത് ഞാൻ അടിച്ചതല്ലല്ലോ. ഇല്ല. ഇത് എത്ര രാജ്യത്ത് അടിക്കുന്നു? 3 രാജ്യത്ത്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു. അതായത് റോമിലും പോളണ്ടിലും സിറിയയിലും. ശരിയാണോ? അതെ. എന്നാലും 3ാമത്തെ പേജിൽ മറിച്ച് നോക്ക്, അതിൽ അവസാനത്തെ പ്രവാചകൻ ഏതാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അവസാനത്തെ പ്രവാചകൻ എന്ന് നോക്കുമ്പോൾ ലൂതൽ ലുക്കർത്തിൽ ലുകൂതി ആദൽ ഈസ എന്നാണ് പുതിയതിൽ കണ്ടത്. അവസാനത്തെ പ്രവാചകൻ അത് യേശുവാണ്. എന്നാൽ ഈ പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ എന്താ, മഗർദി മാസൽ മുഹൂദി ആദർ റീഹൽ അഹമ്മദ് എന്ന് ഞാൻ കണ്ടു. ആ കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ വെപ്രാളമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് കൂടുതൽ കാണുമില്ല സുറിയാനിയിൽ. ലഗറിയ ലാദൽ ലക്കറി ആസൽ മുഹൂദി ആദൽ അഹമ്മദ് എന്നേ കാണുന്നുള്ളൂ. ഞാനത് ശരിക്കത് മനസ്സിലാക്കണം. അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വല്ലതും ചോദിക്കാനുണ്ടോന്ന്. ഞാനൊന്നുമില്ലയെന്ന് പറഞ്ഞു. നിങ്ങൾ അച്ഛന്മാരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ജോൺ മുണ്ടയ്ക്കൻ, ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരെയും ഒരേ രീതിയിൽ കണക്കിലെടുത്തിട്ട് നിങ്ങൾ അവരുമായിട്ട് വാദിക്കാൻ നടക്കരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. സംസുലമ. ഞാനൊന്നും മുണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു ബുക്കുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവിടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് സ്റ്റേജിൽ. ആ ബുക്കിൽ ഒപ്പിട്ടിട്ട് പോവുക, മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു മുസ്ലിങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റില്ലെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു. അതിൽ ആകപ്പാടെ ഞങ്ങൾ പരാജയപ്പെട്ട് വേഗം ഒപ്പിട്ടും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിട്ടു.